ഹലോ ഗൈസ്, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ റിക്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരുപാട് പ്രോഗ്രസ് സെറ്റാക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നത് കണ്ടാൽ ഏറ്റവും മേലെ 159 വൈ ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് കൂടുതൽ പരിപാടി ഒന്നുമില്ല. ഞാൻ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട്. കാരണം എന്താ വെച്ചാൽ സ്കൂളൊക്കെ തുറന്നപ്പോൾ കുറച്ച് ടൈമൊക്കെ കിട്ടി. തീരെ ടൈം കിട്ടിയില്ല. അപ്പോൾ അതിൽ കിട്ടുന്ന ടൈമിലൊക്കെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ചെറിയ വർക്കൊക്കെ ചെയ്ത് നമ്മളിവിടെ ഒരു ചെറിയ സർക്കിളല്ല, ഒരു സർക്കിൾ ഉണ്ടായിക്കൊണ്ട് അവിടുന്ന് ഗ്രാസ് ബ്ലോക്ക് ഇതുണ്ടല്ലോ, എന്താണ് എൻ്റെ പേര്, പിസ്റ്റൺ വെച്ചിട്ട് തള്ളി ഗ്രാസ് ബ്ലോക്ക് ഇവിടെ നിന്ന് കൊടുന്ന് വെച്ച് ആദ്യം അതിൻ്റെ ഔട്ട്ലൈൻ ഇട്ടിട്ട് ഇവിടെ ഫുള്ള് സർക്കിളാക്കി, എന്നിട്ട് ഫുള്ള് കറക്റ്റാക്കി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കാര്യമായിട്ട് വീഡിയോ ഒന്നുമില്ല. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു പോർട്ടൽ സെറ്റാക്കണം എന്നാണ്, ഒരു പോർട്ടലെങ്കിലും സെറ്റാക്കണം. അപ്പോൾ പിന്നെ കുറച്ച് ഓവർ പ്രോഗ്രസ് ഒന്നും ഉണ്ടായില്ല. എൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ ഞാൻ ഒന്ന് കൂട്ടിയിട്ട് റെൻഡർ കൂട്ടുമ്പോൾ കാണാൻ നമ്മൾ അവിടുന്ന് സ്കാഫ് ഹോൾഡൊക്കെ വെച്ചിട്ട് 100 ബ്ലോക്ക് ഈ ഒരു ചെറിയ ഐലൻഡ്, ഇതാണ് നമ്മളെ ഐലൻഡ്. അവിടെ ലൈറ്റ് ഒക്കെ വെച്ചിട്ട് നമ്മളെ ഹോം അവിടെ ഉള്ളത്. അപ്പോൾ അവിടുന്ന് ഞാൻ ഈ ഐലൻഡ് നേരെ സ്കാഫ് ഹോൾഡ് വെച്ചിട്ട് കുറച്ചും കൂടി കയറിയിട്ട് ഇവിടെ ഒരു സർക്കിൾ രൂപത്തിൽ, സർക്കിളല്ല, ഇതൊരു ചതുരത്തിന് പോലുള്ള ഒരു ഇതാണ്, സർക്കിൾ രൂപത്തിൽ ഇവിടെ സെറ്റാക്കിയിട്ട് അതിനുള്ള ഫീൽ ചെയ്താണ്. സോംബി സീനുണ്ട്, അതിന് നമുക്ക് കിടന്നു ഇറങ്ങാം. അല്ല, സോംബി അടിക്കുന്നുണ്ട്. അതിന് മുമ്പ് അയ്യവാ അപ്പോൾ സീനില്ല. ക്രീപ്പറൊക്കെ ഒരുപാട് സ്പോണുണ്ട്, പെട്ടെന്ന് ബോംസൊക്കെ ഇവിടെ സ്പോണുണ്ട്. അപ്പോൾ ഇന്നത്തെ കോളിപ്പോൾ കാര്യമായിട്ട് ഇപ്പോൾ ഒന്നുമില്ല, ഒരുപാട് പേർക്ക് ഹൈസ്കൂളൊക്കെ ഉണ്ടായിട്ട്. അപ്പോൾ ചെറിയ യുവൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ചെയ്ത് എടുക്കണം. ഇപ്പോൾ ഇത് ഫുള്ള് ഫില്ല് ചെയ്ത് ഇനി ഇവിടെ നമ്മൾ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇത് അതിൻ്റെ ഉള്ളിലാക്കരം, നമ്മളെ ഈ മേലേക്കരം നമ്മളെ ഫുള്ള് ഫാംസൊക്കെ, നമ്മളെ ഫാംസ് മുഴുവനും ഇവിടെ വെക്കാനാണ് പ്ലാനിങ്. നമ്മളെ ബ്രീഡർ ആയാലും ആൺ ഫാം, പിന്നെ അങ്ങനെ ഓരോ ഫാമുകളൊക്കെ ഇവിടെ വെക്കുക. അതിനനുസരിച്ച് ഓരോ ഫാമുകൾ കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഇവിടെ ഇങ്ങനെ സ്പേസ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും. ഓരോ സർക്കിൾ അവിടെ ഇവിടെ ആയിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ ഉണ്ടാക്കിയിട്ട്, അതാണ് പ്ലാന്. പിന്നെ ഇപ്പോൾ കാര്യമായിട്ട് ഇതൊന്നും ഇല്ല, കുറച്ച് ഫുഡ് ആയിക്കട്ടെ. ഇനി താഴെ പോയിട്ട് ഇപ്പോൾ വേറെ പ്രോഗ്രസ് ഒന്നും ഇല്ല, ഈ സർക്കിൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ ഒരു നെതർ ഉണ്ടാക്കണം. നെതർ ഉണ്ടാക്കാൻ നമ്മളെ കയ്യിൽ 4 ഡയമണ്ട് ഉണ്ട്, പിന്നെ താഴത്ത് കുറച്ച് ഡയമണ്ട് മൈൻ ചെയ്തിട്ടില്ല, അപ്പോൾ മൈൻ ചെയ്യണം. അപ്പോൾ ആദ്യം 3 ഡയമണ്ട് ഇട്ട് ഒരു പിക്കാക്സ് ഉണ്ടാക്കിയതിൻ്റെ ശേഷം എന്താണ്, ഞാൻ അവിടെ ഒരു ലാവ കണ്ടിരുന്നു. അവിടെ ഒരു നമ്മൾ സ്പോണായ ഐലൻഡിലൊരു ഇതുണ്ടായിരുന്നല്ലോ, ഒരു വലിയ കേവ്. അവിടെ നിന്ന് താഴേക്ക് ഞാൻ പോയപ്പോൾ ഒരു ലാവ അങ്ങനെ കണ്ടിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് പോയിട്ട് നമ്മൾ എന്താക്കണം, നമ്മൾ വാട്ടർ ഒഴിച്ചിട്ട് ലാവ ഒബ്സിഡിയനാക്കിയിട്ട് അവിടെ നിന്ന് മൈൻ ചെയ്ത് കൊണ്ടുവരാനാണ് പ്ലാനിങ്, ഇവിടെ വെച്ചിട്ട് ഉണ്ടാക്കാനാണ് പ്ലാന്. പിന്നെ നമ്മളെ ഇത് ഫാം ഐലൻഡ് മേലായതുകൊണ്ട് നമുക്ക് ഇത് വേണം, എന്താണ്, സോൾ സാൻഡ് ഉണ്ടായാലും നമുക്ക് ഒരു എലിവേറ്റർ പോലെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആക്കണം. അപ്പോൾ നമുക്ക് കുറച്ചധികം ലൈറ്റ് കൊണ്ടുപോയാൽ മതി, പെട്ടെന്ന് ആർമറൊന്നും ഇല്ല. അതിൻ്റെ കുറച്ച് ഗോൾഡ് ആർമർ ഉണ്ട്. പിന്നെ നമ്മൾ നോക്കിയാണ് നമ്മൾ സ്കിന്നൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്കിൻ ചേഞ്ച് ചെയ്തതല്ല കേട്ടോ, ഞാൻ എന്താണ് അതിൻ്റെ ഡ്രസ്സൊന്ന് മാറ്റിയതാണ്. നമ്മൾ ക്യാരക്ടർ തന്നെയാണ്, പക്ഷേ പിന്നെ ആ ഡ്രസ്സൊക്കെ മാറ്റില്ല. നമ്മൾ ഡയറക്റ്റ് മൈൻക്രാഫ്റ്റിൽ നിന്ന് എടുത്ത അതായതുകൊണ്ട് നമുക്ക് ആ ഡ്രസ്സ് മാറ്റിയതാണ്. അപ്പോൾ ഞാൻ കുറച്ച് ടോർച്ചിൻ്റെ ആവശ്യമുണ്ട്, ഞാൻ എൻ്റെ ലിസ്റ്റിലിട്ട് വെച്ചിരുന്നു തോന്നുന്നു. 13 ടോർച്ചുണ്ട്, തികയും തോന്നുന്നില്ല. നമുക്ക് ആദ്യം എൻ്റെ പ്ലാന് അവിടെ ഫുള്ള് ലൈറ്റ് ചെയ്യുക. അവിടെ ഫുള്ള് ലൈറ്റ് ചെയ്തതിന് ശേഷം പിന്നെ അവിടേക്ക് പോകുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. കോൾ നോക്കട്ടെ, അതിൻ്റെ അനിയനിപ്പോൾ കയറിയിട്ടുണ്ട്. നമ്മൾ ബാഡ് 2 കോള്. അതിൻ്റെ കയ്യിൽ കോൾ ഉണ്ടോ? ആദ്യം കുറച്ച് ടോർച്ച്, ഒരു 8 ടോർച്ച് ഉണ്ടാക്കാം. ടോർച്ച് ഒന്ന് ക്രാഫ്റ്റ് ചെയ്യാം, എന്നിട്ട് ഡയറക്റ്റ് ഒന്ന് ഇറങ്ങി പോയി നോക്കാം. ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഇത് അങ്ങോട്ടേക്ക്. ഇനി ഞാൻ അവിടേക്ക് പോകുമ്പോൾ കാണിക്കാം. നമ്മൾ അങ്ങോട്ട് പോകാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് നേരെ അങ്ങോട്ട് പോയി നോക്കാം. കുറച്ച് ടോർച്ചൊക്കെ സെറ്റാക്കി, പിന്നെന്താ വാട്ടർ റോക്കറ്റൊക്കെ ഉണ്ട്. പിന്നെ ആദ്യം നമുക്കൊന്ന് പോയിട്ട് ലൈറ്റൊക്കെ ചെയ്തിട്ട് വരാം. അവിടെ ഫുള്ള് സോംബി ആയിരിക്കണം. ഞാൻ ഇതിന് പോയപ്പോൾ അവിടുന്ന് ഡെഡായിരുന്നു. അപ്പോൾ ഡെഡായപ്പോൾ പെട്ടെന്ന് വെറുതെ ഒന്ന് ഇറങ്ങി നോക്കിയതാണ്. പിന്നെ പെട്ടെന്ന് സ്പീഡിൽ ഇങ്ങനെ ഓടി ഇറങ്ങിയപ്പോൾ അവിടെ എത്തിയതാണ്. ഞാനും ഇങ്ങോട്ട് ഫസ്റ്റ് വീഡിയോത്തിൽ ഈ സാധനം കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇവിടെ ലാവ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന്.
ഈ കേവിൽ ലാവ ഉണ്ട്. പക്ഷെ എനിക്ക് ആകെ പോകാനുള്ള പേടി എന്ന് പറഞ്ഞാൽ ഫുള്ള് സോംബിയാണ്. ആദ്യം ഇവിടെ ഫുള്ളിൽ കുറച്ച് ലേറ്റ് ആയിട്ട് എന്നാൽ പിന്നെ ക്രീപ്പറൊക്കെ ആകും. ഈ വഴി താഴേക്കാണെന്ന് തോന്നുന്നു. ഞാനിവിടെ ഫുള്ള് ലേറ്റ് ചെയ്തിട്ട് അവിടെ എത്തുമ്പോൾ അവിടേക്ക് പോകുമ്പോൾ കാണിക്കാം. ഓ ഇതിപ്പോ അടുത്ത് ഇതല്ലല്ലോ വയ്യേ. പോയിട്ടില്ല കേട്ടോ. ഇതിനടിക്കണോ വെച്ചത് കാണുന്നുണ്ടല്ലോ. ഇവിടെ ഇവിടെ അല്ല. വള്ളം പോണ പത്തുക്കോ ഈ വെള്ളം ഇവിടെ ബ്ലോക്ക് ആക്കി വെക്കണം. തോണ്ടി 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 വാൾ വെച്ചിപ്പിച്ചത് തോടിൻ്റെ അവിടെ എത്തും. ഇവിടെ ഈ വെള്ളം ബ്ലോക്ക് ആക്കി വെക്കണം. വേണ്ട വേണ്ട, ഈ വെള്ളം ബ്ലോക്ക് ആക്കി വെക്കണം. നീ ഇറങ്ങി നോക്ക്. വെള്ളം നിർത്തിക്കോട്ടെ മാറാണ്ട്. കയറാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചോ. കയറാൻ വേണ്ടി സ്റ്റെപ്പ് മാറി മുന്നിന്ന്. ഇവിടെ അല്ലടാ, ഞാൻ ഈ വഴി എന്നല്ലേ വന്നത്. ഓ ഞാൻ വന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. ഇരിടത്തെ അപ്പോൾ ടോർച്ചൊന്നും ഇല്ലായിരുന്നു, പെട്ടെന്ന് വന്നതായിരുന്നില്ല കൂടി. അപ്പോൾ ഇത് പത്തോ കുറച്ച് കോൾ എടുത്തോ. ഏത് ഭാഗത്താ ബെഡ് ഉണ്ടോ? അതല്ല ഇവിടെ കാര്യം. എവിടെയാണ് ഈ വെള്ളം ഒലിച്ചു പോണ പാത്തുക്കാ? കിട്ടി കിട്ടി. വെള്ളം ബ്ലോക്ക് ആക്കണ്ട. ഇല്ല ഇല്ലടാ, ഇവിടെ ഉണ്ട് തോന്നുന്നു. ഇതാത്തല്ലേ ക്യാരറ്റ് കിട്ടി. ഇവിടെ എത്ര ഉള്ളല്ലോ. ലാവല്ലേ ലാവല്ലേ എൻ്റെ വാളാണ് എടുത്തിട്ടുണ്ടേ. ബാക്കിൽ നിന്ന് 3-4 കോമ്പറ്റികൾ വന്നു. ഞാൻ ഒന്നിന് തൊട്ടപ്പോൾ ബാക്കിൽ കണ്ടിരുന്നു പുലി പോയ കണ്ണന്മാരാണ്.
ഒരു ബോട്ടി ബ്ലോക്കൊക്കെ അൺബ്രേക്കിംഗ് 2 പവർ 3 ഉള്ള അമ്പട്ടിക്കണോ അമ്പടി ഇട്ടൂടെ ഇൻഫിനിറ്റി ചെയ്യാം കോളുണ്ടോ ഇവിടെ മുകളിലുണ്ടായിരുന്നു ഇതിൻ്റെ വ്യത്യാസം ഇതാണ് എനിക്ക് തന്നെ അതുണ്ടാവും അത് കുറേ ഇതില്ല ആക്കട്ടെ നാത്ത് ഒറ്റടി മതി ആ അടിച്ചാ ഒറ്റ പറ്റിയ ലാവിക്കോ ഒരട്ടടിയുള്ളൂ ഒരട്ടടി മതി നമുക്ക് എന്ത് ചെയ്യാനാ അപ്പോൾ ഞാൻ ലാവ കളക്ട് ചെയ്യാമെന്ന് ലാവ തപ്പി പോയ ആളാണ് ഞാൻ ലാവ മാത്രമല്ല തപ്പി നമ്മളിവിടെ നമ്മളെ നെതർ പോർട്ടലും കൂടി ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് ലാവ കേവിന്ന് ഒരുപാട് അവിടെ സ്പോണർ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ ഒരുപാട് സോംബീസ് ഇങ്ങനെ ഞാൻ അവിടെ കൂടുതൽ പോയിക്കില്ല ഞാൻ പിന്നെ ബക്കറ്റിൽ പെട്ടെന്ന് എടുത്തിരുന്നു അവിടെ നിന്ന് മൈൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് നല്ല ബക്കറ്റിലെടുത്ത് ഉപയോഗിക്കണമെന്ന് തോന്നി അപ്പോൾ ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് ലാവ അവിടെ നിന്ന് ബക്കറ്റിൽ കൊണ്ട് എടുത്തിരുന്ന് പോർട്ടൽ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത മണി പോർട്ടിൽ ലൈറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഒന്ന് കയറി വെക്കണം അതിൻ്റെ ഉള്ളിലത്തെ പാട് നമ്മൾ ഏകദേശം ഒരു ബേസിക് ഐഡിയയിൽ ഞാൻ സെറ്റാക്കി വെച്ചാണ് പിന്നെ ആദ്യം ഇത് സെറ്റ് ഒന്ന് ലൈറ്റ് ചെയ്യണം ലൈറ്റ് ചെയ്യാൻ ഫ്ലിൻറ്റ് അയൺ എൻ്റെ കയ്യിലില്ല ഒന്നുകൂടെ നമുക്കൊരു ഫ്ലിൻറ്റ് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ നെതർക്ക് പോകുന്ന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു ഇതുണ്ടാക്കാനാണ് ഒരു സോൾ സാൻഡ് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ മേലേക്ക് ഉള്ള ഒരു വാട്ടർ എലിവേറ്റർ സെറ്റ് ആക്കാനാണ് അപ്പോൾ ഇന്നത് നോക്കില്ല ഇന്ന് ഞാനിപ്പോൾ ഇത് നോക്കും ഇത് കത്തുന്നില്ലല്ലോ ഒന്ന് ലൈറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് എന്താ നമ്മളെ അവിടുത്തെ ഏത് ഭാഗത്ത് നല്ലൊരു സ്ഥലത്ത് സ്പോണായാൽ മതി എന്ന് പറഞ്ഞിട്ട് ലൈറ്റ് ചെയ്യാണ് നമ്മളപ്പോൾ ലൈറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി വെക്കാം അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫുഡ് ഉള്ളതാവട്ടെ ഏത് സ്ഥലത്താണോ എന്നാവാം ചെന്ന് സ്പോണാവുന്നത് അപ്പോൾ നമ്മൾ സ്പോണായിട്ടുള്ളത് ഒരു സോൾ സാൻഡിലാണ് തോന്നുന്നത് ഇവിടെ ഫുള്ള് സോൾ സാൻഡ് ഇതൊക്കെ കാണുന്നത് അവിടെ ഇതുണ്ട് നമുക്ക് പെട്ടെന്ന് ഉള്ളിൽ കയറിയിട്ട് നല്ലൊരു ആർമറൊക്കെ എടുത്തിട്ട് വരാം അത് നല്ലതെന്ന് തോന്നുന്നു അപ്പോൾ ഒരുമാതിരി സ്ഥലമാണ് ഒരുമാതിരി എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്ഥലമായിട്ടാണ് തോന്നിയത് നമുക്ക് അവിടെ സ്കെൽട്ടൺ ഉണ്ട് ഇപ്പോൾ സ്കെൽട്ടൺ അവിടെ നിന്നിട്ട് കൊടുക്കുന്നതാണ് ഞാൻ ചത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ബൈ പവർ ഉണ്ടല്ലോ